على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا عباد الله ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ജീവിതത്തിലുടനീളം സർവശക്തനായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി പാലിച്ച് ജീവിക്കുകയും ഈ ജീവിതത്തിൽ നിന്ന് നാം അവസാനമായി വിടവാങ്ങിക്കൊണ്ടുള്ള സന്ദർഭത്തിൽ മുൻപിലുള്ള മുഖ്യത്വമായി ജീവിതത്തിനോട് വിടവാങ്ങിക്കൊണ്ട് ശ്രമിക്കണമെന്ന് നോക്കുകയാണ് സർവശക്തനായ നാഥൻ നാം ഏവർക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുവാൻ ആവശ്യമായ ഉപദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന ആ മനുഷ്യന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളെ കുറിച്ചായിരുന്നു. രണ്ട് ഉപദേശങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന് ഇദാ കുന്ത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുബദ്ദിൽ, ഇതിന്റെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നവരുടെ രൂപത്തിൽ അവസാനത്തെ നമസ്കാരത്തിന്റെ രൂപത്തിൽ നിന്റെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും നീ നിർവഹിക്കുക. അത് ആരാധനാ കർമ്മങ്ങളാണെങ്കിലും മറ്റുള്ള ഏതൊരു കർമ്മമാണെങ്കിലും അതേ രൂപത്തിൽ നാളെ ക്ഷമാപണം നടത്താവുന്ന ഒരു വാക്കുകളും നീ നിന്റെ ജീവിതത്തിൽ മറ്റുള്ള ആളുകളോട് സംസാരിക്കാതിരിക്കുക. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യരോട് പറഞ്ഞത് നീ അല്ലാത്ത മറ്റ് ജനങ്ങളുടെ കരങ്ങളിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക. നിനക്കില്ലാത്ത സുഖസൗകര്യങ്ങൾ പടച്ചതമ്പുരാൻ മറ്റുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്, അത് നീ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത്. നിനക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ നീ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ നീ നിരാശനാവുമെന്ന് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. കളിക്കാറില്ലാത്ത കുതിരയുടെ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സുകൾ ആഗ്രഹങ്ങളുടെ ഒരു നിറഞ്ഞ ആഗ്രഹങ്ങളുടെ ഒരു നിറകുടമാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നമുക്ക് ആഗ്രഹിച്ചു കൂടെ, ആഗ്രഹത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ടോ? എന്നാൽ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ അത് അവനെ നിരാശയിലേക്ക് തള്ളിവിടുമെന്ന്. അമിതമായ ആഗ്രഹങ്ങൾ അത് ഉപഭോഗ സംസ്കാരത്തിന്റെ ഉത്പന്നമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് പരിമിതികൾ നിർണ്ണയിക്കണമെന്ന്. പരിധിയില്ലാത്ത ആഗ്രഹങ്ങൾ മനുഷ്യന്റെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള അവന്റെ ശ്രമത്തിൽ അവന്റെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ തൊഫിലെ 28-ാമത്തെ വചനമാണ്.
ഇപ്പോൾ നമ്മൾ ഓതിയിരിക്കാൻ അവിടെ പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസ്ബിർ നഫ്സക എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നു. സൂറത്ത് ത്വാഹ 131-ാമത്തെ വചനത്തിൽ പടച്ചതമ്പുരാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വലാ തമുദ്ദഇല ഇനാക, നിന്റെ ഇരു കണ്ണുകളെയും നയനങ്ങളെയും നീ അയക്കരുത്, നീ നോക്കരുത്. ഇലാമ മക്കളിലാബിഹി അസ്വാജം മിൻഹു, ജനസമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്ത തരം സുഖസൗകര്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ വ്യത്യസ്ത തരം സുഖസൗകര്യങ്ങളിലേക്ക് നീ നോക്കരുത്. ഗ്രഹത്തിൽ ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങൾ, അലങ്കാരങ്ങൾ, സൗകര്യങ്ങൾ എന്ന നിലയ്ക്ക് പടച്ചതമ്പുരാൻ സമൂഹത്തിലെ വിവിധ തരം ആളുകൾക്ക് വ്യത്യസ്തമായ സൗകര്യങ്ങളും അവരുടെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേക്ക് നീ നോക്കരുത്. അതെനിക്ക് ലഭിക്കണം എന്ന് നീ ആഗ്രഹിച്ചുകൊണ്ട് നീ നോക്കരുത്. നീ അങ്ങനെ നോക്കിയാൽ നിരാശനാവുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നത് ഈ നീയല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് പടച്ചതമ്പുരാൻ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ നൽകിയ സുഖസൗകര്യങ്ങൾ അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അല്ലാഹു നമുക്ക് നൽകിയതാണ്. സമ്പത്തും സന്താനങ്ങളും അതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് ഇഷ്ടപ്പെടാൻ പറയുന്നത്. നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകിയ ജീവിതോപാധികൾ എന്താണോ അതാണ് നിനക്ക് ഏറ്റവും ഉത്തമവും നിന്റെ ജീവിതത്തിൽ സ്ഥായിയായി നിലനിൽക്കണമെന്നുള്ളതാണ്. അതിനപ്പുറം നിന്റെ ആഗ്രഹങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നീ നേടിയെടുക്കുന്നതൊക്കെ ഒരു പക്ഷേ അത് നിനക്ക് ജീവിതത്തിൽ കൈമോശം സംഭവിച്ചേക്കാം, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കാം. അല്ലാഹുവിന്റെ നിയമങ്ങൾക്കപ്പുറം നീ വെട്ടിപ്പിടിക്കുന്നതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. അല്ലാഹു നൽകിയതിൽ നീ എന്ത് ചെയ്യാൻ എത്തണം. നിനക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നൽകിയതിലേക്ക് നീ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ നീ നിരാശനാവുന്നു. നിന്റെ മനസ്സിനെ നീ അടക്കി നിർത്തുക. നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരോടൊപ്പം നിന്റെ മനസ്സിനെ നീ പിടിച്ചു നിർത്തുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ നാഥനെ വാഴ്ത്തുന്ന അവനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകനെ താങ്കളുടെ മനസ്സിനെ ഒതുക്കി നിർത്തുക. ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ അല്ലാഹുവിന്റെ വജി ഉദ്ദേശിച്ചുകൊണ്ടാണ് അവനോട് ആരാധനാകർമ്മങ്ങൾ പ്രാർത്ഥന നിരതരാവുന്നത്. അല്ലാഹുവിന്റെ വജി ഉദ്ദേശിക്കാത്ത മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിലൊന്നും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള അവരുടെ മനസ്സ് ബാധപ്പെടുകയില്ല. പലപ്പോഴും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലെ നമ്മുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമ്മൾ കരക്കപ്പായപ്പോൾ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ ആരാധനാകർമ്മങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മിക്കവാറും നമ്മുടെ ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഈ സന്ദർഭങ്ങളിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുണ്ട് അല്ലാഹുവിനെ സ്മരിക്കുവാനോ അവരോട് പ്രാർത്ഥിക്കുവാനോ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനോ സ്വച്ഛമായ മനസ്സോട് ഇവർക്ക് സാധ്യമായി അല്ലാതെ ദുനിയാവിന്റെ പരക്കപ്പാറ്റിലേക്ക് അവരുടെ വീട്ടിലേക്ക് വന്നു കിടക്കുന്നത് അർദ്ധരാത്രിക്കായിരിക്കും. ആ പ്രദോഷത്തിലെ നമസ്കരിച്ചു. ഇനിയോ സുബഹിന്റെ അവസ്ഥയായിരിക്കണോ അതും ഒരു പക്ഷേ ചിലപ്പോൾ അത് കൃത്യമായി നിർവഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പടച്ചതമ്പുരാൻ നൽകിയതിൽ നിന്ന് നീ അതിൽ നീ സംതൃപ്തനാകും. എന്നിട്ട് പറയുന്നു അനുഭവം നീ അല്ലാഹു അവരിൽ നിന്ന് നിന്റെ കണ്ണുകളെ നീ
അയക്കരുത്, ദൃഷ്ടികളെ നീ അയക്കരുത്. ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങൾ, ജീവിതത്തിലെ സുഭിക്ഷത ആഗ്രഹിച്ചുകൊണ്ട് ഈ ആളുകളിൽ നിന്ന് പ്രവാചകനെ താങ്കളുടെ കണ്ണുകളെ തെറ്റിച്ചു കളഞ്ഞു. അപ്പോൾ സത്യവിശ്വാസി എല്ലായ്പ്പോഴും അവന്റെ ആഗ്രഹങ്ങൾക്ക് പരിമിതികൾ നിർണ്ണയിക്കണം. അതേ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, അവരിൽ നിന്ന് വ്യത്യസ്ത തരം ആളുകൾക്ക് അല്ലാഹു നൽകിയ ജീവിതത്തിലെ വ്യത്യസ്ത തരം സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളിലേക്ക് നീ നിന്റെ കണ്ണുകളെ ആയിരിക്കുന്നത്. അത് നിന്നെ നിരാശനാക്കുമെന്നാണ്. പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് പരക്കം പാലുകളും അതിന്റെ ഉപോത്പന്നമായി അവൻ കണക്കടിയിൽ അകപ്പെടുകയും അവസാനം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യും. മനുഷ്യൻ എന്താണ് നിരാശനാക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ജീവിത നിലവാരത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒന്നും നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. ജീവിത നിലവാരത്തിൽ നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങളെക്കാൾ ജീവിത നിലവാരത്തിൽ ഉയർന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കാതിരിക്കുവാൻ നിങ്ങൾ കഥാർത്ഥമാണ്. ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കരുത്. നമ്മളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കണം. പലപ്പോഴും നമ്മുടെ നോട്ടം ഉയർന്ന ആളുകളിലേക്ക്. ഒരു ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഓടൊക്കെ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് ഒന്ന് വാർക്കണമെന്ന. എന്നാൽ ആ മനുഷ്യൻ ഈ ഓടിട്ട വീട്ടിൽ കഴിയാൻ സാഹചര്യമില്ലാത്ത കടത്തിണ്ടകളിലും ഗവൺമെന്റിന്റെ മറ്റു ആളുകളുടെ സഹായം ലഭിച്ചെങ്കിൽ, തലചായ്ക്കുവാൻ ഒരു കൂര തങ്ങൾക്ക് ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നോക്കാറില്ല. അപ്പൊ നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചാണ് ആലോചിക്കാറ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. അതേപോലെ വാഹനം ഓടിക്കുന്ന ഒരു സാധാരണ കാർ ഓടിക്കുന്ന മനുഷ്യൻ അയാൾ ആഗ്രഹിക്കുന്നത് എവിടേക്കാ? ഇന്നിപ്പോ സാധാരണ മാരുതിയാണെങ്കിൽ അതിന്റെ ലേറ്റസ്റ്റ് മോഡലൊന്നും കഷ്ടമാക്കാണ്. അപ്പൊ അതിനു വേണ്ടി അയാൾ ആഗ്രഹിക്കുന്നു, അത് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു. ഒരിക്കലും അതില്ലാത്തൊരു സൈക്കിളിൽ പോകുന്ന മനുഷ്യനിലേക്ക് അയാൾ നോക്കുന്നില്ല. അയാൾ സൈക്കിളിലാണ് പോകുന്നത്. ഞാൻ എനിക്ക് കാറി എന്ന അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലാണെന്ന് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് അയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കണമെന്നാണ്. നിങ്ങൾ ജീവിത നിലവാരത്തിൽ നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കണമെന്ന്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ദുനിയാവിനോട് എന്താണ് അമിതമായ ആഗ്രഹം കാണിക്കാതിരിക്കുക, വിലക്കണം. എന്നാൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അതേ രൂപത്തിൽ അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകരെ സുഹൃത്ത് അറിഞ്ഞാൽ? സുഹൃത്ത് അറിഞ്ഞാൽ വിരക്തി എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സൂഫി ജീവിതം നയിക്കണമെന്നാണ് പല ആളുകളും മനസ്സിലാക്കിയത്. അങ്ങനെയല്ല. പ്രവാചകൻ പറഞ്ഞു, എന്താണ് സുഹൃത്ത് അറിഞ്ഞാൽ? പ്രവാചകൻ പറഞ്ഞ സുഹൃത്ത് അറിഞ്ഞാൽ സംശുദ്ധമായ സമ്പാദ്യം. നിന്റെ സമ്പാദ്യം അത് ഹറാമുകളിൽ നിന്ന് പരിരക്ഷിച്ചുകൊണ്ട് സംശുദ്ധമായ സമ്പാദ്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ കളികളില്ലാത്ത പ്യൂരിഫൈ മണി. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിനക്ക് ഉത്തമമായിരിക്കും. അതേ രൂപത്തിൽ തന്നെ നിന്റെ ആഗ്രഹങ്ങൾ നീ പരിമിതപ്പെടുത്തുക, ചുരുക്കുക. നിന്റെ ആഗ്രഹങ്ങൾ നീ പരിമിതപ്പെടുത്തുക. നിന്റെ സമ്പാദ്യം നീ അത് കുറ്റമറ്റതാക്കുക.
പരിരക്ഷിച്ചുകൊണ്ട് നീ അത് കൃത്യമാക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സമ്പത്ത് സമ്പാദിക്കുന്ന രംഗത്ത് ആളുകളിൽ നിന്നും പരിഹരിക്കാറില്ല. അതൊരു സമ്പത്ത് സാമ്പത്തിക സമ്പാദനമാണ് ഇസ്ലാമികം. അത് പ്രത്യേക ഉദാഹരണം പറയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ ഒരിക്കല് റളിയല്ലാഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മനുഷ്യൻ ഹറാമ് കൊണ്ട് സമ്പാദിച്ച സമ്പാദം ഉപയോഗിച്ചുകൊണ്ട് അവൻ അവന്റെ വയറ്റിലേക്ക് അമാശയത്തിലേക്ക് ഒരു പിടി ഭക്ഷണം വിലക്കിയാൽ അവന്റെ 40 ദിവസത്തെ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹു മൈനസ് ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമിന്റെ ഒരു കണിക, ഒരു പിടി ഭക്ഷണം ഉൾപ്പെട്ടാൽ നമ്മുടെ 40 ദിവസത്തെ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹു മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്തിട്ടാണ് മനുഷ്യന്മാർ നഷ്ടപ്പെട്ട നഷ്ടകാരികളാണ് ആളുകൾ. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ സമ്പത്തിൽ വല്ല 40 മൈനസ് ചെയ്യാറുണ്ടോ? നമ്മൾ നേടിയെടുത്ത സമ്പത്തിൽ അതേ രൂപത്തിൽ അതൊരു വളരെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇതേ രൂപത്തിൽ സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ പറയും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹറാമായ ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം കുടിച്ചാൽ, പാനീയം കുടിച്ചാൽ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഭക്ഷണം കഴിച്ചാൽ. പക്ഷെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഹറാമായ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ ഉള്ള കാലത്തോളം നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ അമാശയത്തിനുള്ള കാലത്തോളം അടച്ചിടാമലാണ് നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിക്കുകയില്ല. ആളുകൾ പറയാൻ അടിപൊളി ജീവിതത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന്. അപ്പൊ അത് നിങ്ങൾ നോക്കണം. സുഹൃതി എന്ന് പറഞ്ഞാൽ സംശുദ്ധമായ സമ്പാദ്യം, ദുഃഖമറ്റ സമ്പാദ്യം, അതേ രൂപത്തിൽ തന്നെ ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തുക എന്നതാണ്. ഇത് രണ്ടും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളിൽ നിന്ന് അവർ ഒഴിവാക്കാം. സമ്പത്തിൽ ഓരോ സമ്പത്തും അവന്റെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് ബാലൻസിലേക്ക് ഓരോ രൂപയും കടന്നെത്തുമ്പോൾ ഇതിൽ ഹറാമിന്റെ കണികയുണ്ടെങ്കിൽ എന്റെ പരലോകം അത് നഷ്ടപ്പെടുത്തുമെന്ന്. നോക്കൂ, നിങ്ങൾ സമ്പത്ത് സമ്പാദിക്കുന്നതിൽ പലപ്പോഴും നമ്മളെ അനർഹമായ രൂപത്തിലുള്ള സമ്പാദ്യത്തിന് പ്രേരിപ്പിക്കുന്നതാണ് മക്കളും ഭാര്യമാരും. പലപ്പോഴും നമ്മുടെ ഭാര്യമാരെ നമ്മളോട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും, എങ്ങനെയൊക്കെ ശരിയാക്കി തരണം. നോക്കൂ, നിങ്ങൾ മദീനയിൽ കടുത്ത ക്ഷാമം നടക്കുന്ന കടുത്ത വരൾച്ച, ഭക്ഷണപദാർത്ഥങ്ങൾ ലഭിക്കാനുള്ള, വെള്ളം ലഭിക്കാനുള്ള. അതൊരു സഹാബി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പട്ടിണിയാണ്. എന്നും രാവിലെ പോകുമ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടിട്ട് വരുമ്പോ ഒരു സഞ്ചി ഒന്നുമില്ല. 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞ കുട്ടികൾ പട്ടിണിയിലാണ്, കരികൾ വാപ്പ വരുന്നത് നോക്കിയിരിക്കും. എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് വിഷിക്കാമല്ലോ, വിഷപ്പെടക്കാമല്ലോ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഈ മനുഷ്യൻ പറയാൻ, ഞാൻ നമ്മളെ സ്ത്രീകൾ പറയുന്ന രൂപത്തിൽ എങ്ങനെയെങ്കിലും ഞാൻ പൈസ താല്പര്യം വരും. അപ്പൊ രാവിലെ ആ മനുഷ്യൻ സഹാബി വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ആ ഭാര്യ പറയാണ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും 1-2 ദിവസം കൂടി പട്ടിണി കിടക്കാനുള്ള ശേഷി ശരീരത്തിനുണ്ട്. പക്ഷെ നിങ്ങൾ അനർഹമായ രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ട് ഭക്ഷണം ഞങ്ങൾക്ക് നൽകിയാൽ, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അനർഹമായ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ അത് തടിച്ചു കൊടുക്കുന്ന ശരീരത്തിന്റെ ആ മാംസത്തിന്റെ ഉടമ നരകമാണ് എന്ന് പ്രവാചകൻ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ശിക്ഷ അത് താങ്ങുവാൻ സാധ്യമല്ല. പട്ടിണി
2 ദിവസം കൂടി സഹിക്കാൻ. ഇപ്പൊ സമ്പത്ത് സമ്പാദിക്കുന്ന രംഗത്ത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമോ ആലോചിക്കണം, നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ സമ്പത്ത് സംശുദ്ധമാവണം. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു എന്താണ് രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ അവനെ ഹസനത്തായി രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ അല്ലാഹു അവന്റെ അടുക്കൽ ക്ഷമാലിയായിട്ടും ക്ഷമാലുവായിട്ടും സന്തോഷവാനായിട്ടും രേഖപ്പെടുത്തും. ഒന്നെന്താണ് അവന്റെ ദീനിന്റെ വിഷയത്തിൽ ദീനിന്റെ കാര്യത്തിൽ അവൻ നോക്കുന്നു. ഇലാമന്നോ ഫൗഖഹു തന്റെ മുകളിലേക്കുള്ള ആളുകളിലേക്ക് ദീനിന്റെ കാര്യം നോക്കാം. നമ്മളെ നോക്കാറുണ്ട്. ദീനിന്റെ കാര്യത്തിൽ തന്നെക്കാൾ മുകളിലുള്ള ആളുകൾക്ക് നോക്കാൻ ആ മനുഷ്യൻ നല്ല ദീനിയായ മനുഷ്യനാണല്ലോ. അദ്ദേഹത്തിന്റെ രൂപത്തിലോ അതേ രൂപത്തിൽ ആ മനുഷ്യനെ നീ എന്താണ് നിന്റെ മാതൃകയാക്കുക. അയാൾ ജീവിക്കുന്ന രൂപത്തിൽ ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ അയാളെക്കാൾ കൂടുതൽ മരണനിഷ്ഠയോട് കൂടിയിട്ട് ഞാൻ ജീവിക്കും എന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇതാഗ്രഹിക്കുന്ന മനുഷ്യൻ അതേ രൂപത്തിൽ തന്നെ തന്റെ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളുടെ കാര്യത്തിൽ അവൻ നോക്കുന്നു. ഇലാമൻ ദൂനവും അവനേക്കാൾ താഴെ കഴിയുന്ന ആളുകളിലെ ജീവിത നിലവാരത്തിൽ ഭൗതിക സുഖസൗകര്യങ്ങളിൽ അവനേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് അവൻ നോക്കുന്നു. ആ മനുഷ്യനേക്കാൾ അല്ലാഹു തന്നെ അനുഗ്രഹിച്ചതിൽ അവൻ അല്ലാഹുവെ സ്തുതിക്കുന്നു. ഒരു കാര്യമില്ലാത്ത മനുഷ്യൻ എന്താണ്? രണ്ട് കാര്യമില്ലാത്ത മനുഷ്യൻ നോക്കുന്നത് രണ്ട് കൈയുടെ കാറിലാക്കും. അപ്പൊ ആ മനുഷ്യൻ എന്താണ്? രണ്ട് കൈയുടെ കാറിലെ എനിക്ക് രണ്ട് കാലുകളോ അവനേക്കാൾ അല്ലാഹുവിനെ നഷ്ടപ്പെടുത്തി എന്നെ അനുഗ്രഹിച്ചു എന്നതിൽ എന്താണ് അല്ലാഹുവിനോട്. അതേ രൂപത്തിൽ ദീനിന്റെ കാര്യത്തിൽ മറ്റുള്ള ആളുകളിലേക്ക് നോക്കുക. അയാളെ ജീവിത നിലവാരം അനുസരിച്ച് അയാളെ നമ്മൾ മാതൃകയാക്കി ആ രൂപത്തിലുള്ള മനുഷ്യന്മാരെ അല്ലാഹു എന്താണ് ഫാദറായിട്ടും ഷാക്കിറായിട്ടും അല്ലാഹുവിന്റെ അടുത്ത് അവൻ രേഖപ്പെടുത്തും. ഇനി അതേ രൂപത്തിൽ രണ്ടാമത് ദീനിന്റെ വിഷയത്തിൽ അവനേക്കാൾ താഴെ ആളുകളിലേക്ക് അവർ നമ്മളങ്ങനെയാണ്. ദീനിന്റെ വിഷയത്തിൽ അവനേക്കാൾ താഴെ ആളുകളിലേക്ക് അവർ നോക്കാം. അതേ രൂപത്തിൽ തന്നെ ദുനിയാവിന്റെ വിഷയത്തിൽ തന്നേക്കാൾ മുകളിൽ ആളുകളിലേക്ക് നോക്കാം. പലപ്പോഴും തന്നെ അവര് ആഴ്ചയിൽ 1-2 ദിവസമുള്ളല്ലോ ജമാഅത്തിൽ പോകുന്നു. ഞാൻ 3 ദിവസം പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ 2 വെള്ളിയാഴ്ച പോയിട്ടില്ല. ഞാൻ ഒരു ദിവസം ഒരാഴ്ച പോകാത്തത്. അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ അവനേക്കാൾ ഉഷാറാണ് ആരെയും നോക്കുക. അതേപോലെ ദൂരത്തിൽ തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ ഞാൻ അവനേക്കാൾ താഴെയാണല്ലോ എന്ന് വിചാരിക്കുക. ഇങ്ങനെ വിചാരിക്കുന്ന മനുഷ്യന്മാരെന്നാണ് നിരാശനാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദുനിയാവിൽ തനിക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് അവൻ ദുഃഖിതനാവുകയും ചെയ്താൽ, തനിക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവൻ ദുഃഖിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ ഒരിക്കലും ക്ഷമാലുമായിട്ടോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിട്ടോ അല്ലാഹുവിനെ രേഖപ്പെടുത്തുകയില്ല. അപ്പൊ നമ്മള് ഏത് രൂപത്തിലാണ്, ഏത് വിഭാഗത്തിലാണ് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തുക. ഇങ്ങനെ ജീവിത നിലവാരത്തിൽ നമ്മളെക്കാൾ കൂടുതലുള്ള മെച്ചപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളെ നിരാശരാകുന്നതും അതേ രൂപത്തിൽ തന്നെ അനർഹമായ രൂപത്തിൽ നമ്മുടെ സമ്പാദിക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് മനുഷ്യനെ നിരാശയിൽ എത്തിക്കുമെന്നാണ്. ജീവിതത്തിൽ അടിപൊളി ജീവിതത്തിന് വേണ്ടിയിട്ട് അവിടെ മനുഷ്യൻ എന്താണ് ന്യായാന്യായങ്ങൾ പണിയെടുക്കും. അവസാനം അവന്റെ ജീവിതം തീരാ നഷ്ടത്തിലാണ്. അപ്പൊ ഇത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച്
അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരം അല്ലാഹുവിന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തിയെടുക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസല്ലം. ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ നിയമോപദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് മനുഷ്യന് അല്ലാഹു അവന് നൽകിയ ആ ജീവിത സൗകര്യം അത് അല്ലാഹു അവന് തീരുമാനിച്ചതാണ്. അല്ലാഹു അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് അവനെന്താണ് വിശാലമാക്കി കൊടുക്കും. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജീവനോപാധികൾ, ജീവിത സുഖ സൗകര്യങ്ങൾ അതെന്താണ് വിശാലമാക്കി കൊടുക്കും, വളരെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പരിമിതപ്പെടുത്തുക. എന്നാൽ മനുഷ്യന്മാര് ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ ലഭിക്കുന്നതിൽ അവർ സന്തുഷ്ടരാകുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പണിയെടുക്കുകയും അത് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. ആഖിറത്തിനെ സംബന്ധിച്ച് ദുനിയാവിലെ ജീവിതം ഇല്ലാത്തതാണ്. അല്പസമയമല്ലാതെ നിസാരമായ ഒരു അലങ്കാരമല്ലാതെ ആസ്വാദനമല്ലാതെ ഇല്ല. അപ്പൊ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ അല്ലാഹു പല ആളുകൾക്കും വിശാലമായി കൊടുത്തിട്ടുണ്ട്, പല ആളുകൾക്കും അത് പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിമിതിപ്പെടുത്തിയ ആളുകളെ അതൊരു പരീക്ഷണമാണ്, വിശാലമാക്കി കൊടുത്ത ആളുകൾക്ക് അതൊരു പരീക്ഷണമാണ്. എങ്ങനെ ഉപയോഗിക്കും എന്നൊക്കെ അവൻ പരീക്ഷിച്ചറിയാൻ വേണ്ടി ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു മനസ്സിലാവും. അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കുന്ന മുസ്ലിമായ ഒരു മനുഷ്യൻ മുസ്ലിമായ അവൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു. അതേ രൂപത്തിൽ തന്നെ അന്നേക്കുള്ള ഉപജീവന മാർഗം അവന് ലഭിക്കുകയും ചെയ്തെങ്കിൽ അല്ലാഹു അവന് നൽകിയതിൽ അവൻ സംതൃപ്തനാവുകയും അന്നുള്ള ആ ഭക്ഷണത്തിൽ ഉള്ള മകൻ അവന് ലഭിക്കുകയും അവൻ മുസ്ലിം ആവുകയും ചെയ്താൽ എന്താണ് അവൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു. നമ്മളോ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങള് നമ്മുടെ സമ്പാദ്യം തലമുറകളെ ഭക്ഷിച്ചാലും തീരാത്ത സമ്പാദത്തിന്റെ ഉടമകളാണ് നമ്മൾ. എന്നാലും നമ്മുടെ മനസ്സിന് എന്താണ് അതിൽ മതിയാവുകയില്ല. അപ്പൊ അന്നും പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. മുഹമ്മദിന്റെ കുടുംബത്തിനും അന്നുള്ള ഭക്ഷണം അതിനുള്ള വാദന നൽകണം. അതിന്റെ അപ്പുറം ലഭിച്ചാൽ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്കുള്ള സമ്പാദ്യം തന്നെ തലമുറകൾ എത്താനും കഴിയില്ല. എന്നാലും നമ്മളെന്താണ് അതിനു വേണ്ടിയിട്ട് പരക്കഭാഷ മനുഷ്യനെ അവൻ ദുനിയാവിൽ ജീവിക്കുമ്പോഴുള്ള ആ മനുഷ്യന്റെ സമ്പത്തിന്റെ അവസ്ഥ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലൗകാന ഇബ്നു ആദം വാദിയാൻ, ആദം സന്തതിക്ക് രണ്ട് താഴ്വാരം മുഴുവൻ സമ്പത്തുണ്ടെങ്കിലും ലൗകാന ഇബ്നു ആദം വാദിയാൻ മായി സമ്പത്തിന്റെ രണ്ട് താഴ്വരകൾ അവരുണ്ടെങ്കിലും മൂന്നാമത് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ കിട്ടിയത് കൊണ്ട് അവൻ തൃപ്തിപ്പെടുത്തുകയില്ല. 1,00,000 കയ്യിലിട്ടിരിക്കുന്നത് 2 ലക്ഷമാക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവൻ എന്താണ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. എന്ന് പ്രവാചകൻ പറയാൻ സമ്പത്തിലുള്ള മനുഷ്യന്റെ ആ തൊല ഒടുങ്ങാത്ത ആഗ്രഹം അത് അവസാനിക്കുകയില്ല.
അവന്റെ വായിലേക്ക് മരിച്ചവൻ മണ്ണടിച്ചെങ്കിൽ മാത്രമേ അവന്റെ ഈ ആഗ്രഹം അവൻ അവസാനിപ്പിക്കുള്ളൂ. അപ്പൊ സത്യവിശ്വാസി ആയ മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾ എന്താണ്? പരിമിതപ്പെടുത്തുന്ന മനുഷ്യൻ ഇങ്ങനെ വാസാകാം. രണ്ട് കാര്യങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും യുവമായിരിക്കും. ഒന്നെന്താണ്? അൽ ഹിർസു അൽ മാൽ, സമ്പത്ത് സമ്പാദിക്കുവാനുള്ള ആഗ്രഹം. അത് മനുഷ്യന്റെ മനസ്സിൽ എന്തും എന്താണ്? അത് വളർന്നുകൊണ്ടേയിരിക്കും. ജീവിക്കുവാനുള്ള അതിയായ ആഗ്രഹം. ഒരു 10-70 വയസ്സായ മനുഷ്യനും പിന്നെയും അയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? വീണ്ടും ജീവിക്കണമെന്നാണ്. അല്ലേ? ഇത്രയൊക്കെ കാലം അല്ലാഹുവിന്റെ അനുഗ്രഹം പറ്റിയിട്ട് നമ്മൾ ജീവിക്കും. ഞാനത് മരിച്ചു പോകാൻ ആഗ്രഹം ഇല്ല. നമ്മളെ ആശുപത്രിയിലേക്ക് താങ്ങിയിട്ട് ആ ഓക്സിജൻ സെറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളെ സമ്പത്തിൽ 10-25 ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിലനിർത്തുവാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സമ്പാദ്യം മുഴുവനും നമ്മൾ അതിന് ചെലവഴിക്കാൻ ശ്രമിക്കുമെന്ന്. ഇപ്പൊ ജീവിക്കുവാനുള്ള ആഗ്രഹം, സമ്പത്ത് സമ്പാദിക്കാനുള്ള ആ ത്വര, അത് മനുഷ്യന്റെ മനസ്സിൽ, മനുഷ്യ ജീവിതത്തിൽ അത് എന്നും യുവാവായിരിക്കുന്നത്. അപ്പൊ സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ഇതൊക്കെ അല്ലാഹു നൽകിയ അനുഗ്രഹം. ആ അനുഗ്രഹമാണ്. അത് ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടിക്ക് അനുസരിച്ച് ഞാൻ എന്റെ ജീവിതത്തിനെയും എന്റെ സമ്പത്തിനെയും ഞാൻ വിനിയോഗിക്കും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ജീവിക്കുക. അത്തരം അല്ലാഹുവിന്റെ വിശ്വാസന്മാരുടെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും നമ്മളെ ഏവരെയും അവന്റെ യഥാർത്ഥ